ഇപ്പോൾ രാവിലെയാണ് നമ്മൾ പുറത്ത് പോകാൻ റെഡി ആവാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഒരു തോട്ട് വന്നത് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന്. അതായത് കുറച്ച് നാളായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അതായത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന, നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല, മുഖം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കഴുകിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആക്നെ വരത്തില്ല, അതുപോലെ തന്നെ റെഡ്നെസ് ഉണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ്സും യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറച്ച് മിത്ത് ആൻഡ് ഫാക്ട്സ്. ഇന്നത്തെ ഒരു ദിവസം അതൊരു പെർഫെക്റ്റ് ടൈമായിട്ട് എനിക്ക് തോന്നി. അത് മാത്രമല്ല, നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാതെ അൺകൺട്രോൾഡ് ആയിട്ട് പോവുകയാണ്. മഴ വരുന്നു, ചൂട് വരുന്നു, ചൂട് വരുന്നു, മഴ വരുന്നു. ഇനി കർക്കിടക മാസമാണ്, ഇനി അങ്ങോട്ട് മിക്കപ്പോഴും മഴയുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഹ്യൂമിഡിറ്റിയൊക്കെ നമ്മുടെ ഫേസിനെ എങ്ങനെ, ആ ഒരു സ്കിന്നിനെയൊക്കെ നമുക്ക് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രോപ്പർ കെയറും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾറെഡി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓയിലി സ്കിന്നുള്ളവർക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ശരിക്കും അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഓയിലി സ്കിന്നുകാർക്കും ഡീഹൈഡ്രേറ്റഡ് ആവും. നമ്മുടെ ഓയിലി സ്കിൻ ആണെങ്കിലും, എൻ്റെ ഓയിലി സ്കിന്നാണ്, എൻ്റെ സ്കിൻ ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒട്ടും ഹെവി അല്ലാത്ത ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നോൺ കൊമഡോജനിക് ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ഫോമിലായിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ നമുക്കും നമ്മുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യണം. ഒരു പ്രോപ്പർ സ്കിൻ കെയർ, അത് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്തൊരു ഭാഗ്യമാണ്, നിങ്ങളുടെ ഓയിലി സ്കിൻ അല്ലേ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുമല്ലോ, ഞങ്ങളുടെയൊക്കെ സ്കിൻ കണ്ടില്ലേ ഡ്രൈ ആയി പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ഫേസിൽ ഓയിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നല്ല. ഓയിൽ എന്ന് മീൻസ് നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബമാണ്. അതിൻ്റെ ഒരു ഡെപ്താണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓയിൽനെസ് കൊണ്ട് കാണിക്കുന്നത്. നമ്മൾ ഈ ഹൈഡ്രേറ്റ് ആയി ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വാട്ടർ ബേസ്ഡ് ആണ്. നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം മോയ്സ്ചർ, ടെക്സ്ചർ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഉണ്ട് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹൈഡ്രേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണോ, എങ്ങനെയാണ് നിങ്ങൾ കൂടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കൂ, അപ്പം നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുമെന്ന്. അങ്ങനെയല്ല. നമ്മൾ എത്ര തന്നെ ക്രീമുകൾ വലിച്ചു വാരി ഇട്ടാലും നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ആ ഒരു മോയ്സ്ചർ മാത്രമേ അവർ അബ്സോർബ് ചെയ്യത്തുള്ളൂ. ബാക്കിയെല്ലാം വേസ്റ്റ് എന്ന് നമുക്ക് പറയാം. വേസ്റ്റ് എന്ന് പറയാൻ കാര്യം, ഈ ബാക്കിയുള്ള എക്സസൈഡ് വരുന്ന ക്രീമുകളെല്ലാം നമ്മുടെ ഫേസിൽ ഒരു എക്സ്ട്രാ ലെയറായിട്ട് വരുവാണ്. അതിങ്ങനെ അടിഞ്ഞുകൂടി ഡിപ്പോസിറ്റായി നമുക്ക് പല സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അധികമായാൽ അമൃതം വിഷമാണെന്ന്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഈ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ മതി, യാതൊരു ക്രീമിനെ യാതൊരു പ്രോഡക്ട്സിൻ്റെ ആവശ്യമില്ലാന്ന്. ശരിയാണ്, നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം. നല്ലൊരു ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി സ്കിന്ന് വേണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കുന്നവരുടെ സ്കിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അവർക്ക് നല്ലൊരു ഗ്ലോ വരും, നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും അവർക്ക്. പക്ഷേ ഈ വെള്ളം കുടിച്ചതുകൊണ്ട് മാത്രം അവർക്ക് ഡ്രൈനെസ് ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ പുറത്തും അകത്തും നമുക്ക് എക്സ്റ്റേണലും ഇൻറ്റേർണലിയും നമ്മൾ നല്ലൊരു കെയർ കൊടുത്തെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടത്തുള്ളൂ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളിലും കഴിക്കണം, അല്ലെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുകയും വേണം. അതുപോലെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷൻ നമ്മൾ എക്സ്റ്റേണലിയും കൊടുക്കണം. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, റെഡ്നെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രോഡക്റ്റ്സും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്ന്. അങ്ങനെയല്ല. ഫസ്റ്റ് റെഡ്നെസ് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെന്നല്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുക. നമ്മളൊരു കൊതുക് കുത്തി അവിടെ ചൊറിഞ്ഞാൽ പോലെ അവിടെ ചുമന്ന പാട് വീഴത്തില്ലേ, ഒരു ഈച്ച കുത്തിയാൽ പോലും നമുക്ക് ചുമന്ന പാട് വീഴത്തില്ലേ. അതും വേണ്ട, നമുക്ക് എവിടെയെങ്കിലും തട്ടികൾ ചുമന്ന പാട് വീഴത്തില്ലേ. നമുക്ക് ഫുഡ് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് റെഡ്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ റെഡ്നെസ് ഉണ്ടാവും. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ചെറിയ രീതിയിലൊരു ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്ക് റെഡ്നെസ് കാണിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് റെഡ്നെസ് കാണിക്കാം. ആക്ച്വലി അതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് റെഡ്നെസ് കാണിക്കും. അപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ പ്രോഡക്റ്റ്സും അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, ഇപ്പോൾ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ അലർജി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒഴിവാക്കാം. അതല്ലാത്ത പക്ഷം നമുക്ക് മൈൽഡായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഈ ആൽക്കഹോൾ ഫ്രീ ഭയങ്കര ഹെവി ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. പക്ഷേ ആക്ച്വൽ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഈ ഫേസിൽ ആക്നെയൊക്കെ ഉള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്, മോളെ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫേസ് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിരുന്നോടെ, ഇടയ്ക്കിടയ്ക്ക് നീ പോയി ഒന്ന് ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് ഒക്കെ കഴുകുക, അല്ലെങ്കിൽ വെറുതെയെങ്കിലും വെള്ളം ഒഴിച്ച് കഴുകുക. അങ്ങനെ ചെയ്ത് നമ്മൾ കൂടുതലായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ നാച്ചുറലായിട്ടുള്ള ആ ഓയിൽസൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ സ്കിന്നൊക്കെ കൂടുതലും ഇറിറ്റേറ്റഡ് ആവുമല്ലേ, അപ്പോൾ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഈ ആക്നെ ഇഷ്യൂസൊക്കെ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്, രാവിലെയും നൈറ്റിലും ഉള്ള ഒരു പ്രോപ്പർ സ്കിൻ കെയർ മാത്രം മതി. ഏതെങ്കിലും മൈൽഡായിട്ടുള്ള
ഏതെങ്കിലും ഒരു ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അത്രയും മാത്രം മതി. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഓയിൽ കണ്ടൻറ്റ് കൂടുതലുള്ള പ്രൊഡക്ട്സൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്ന്. കംപ്ലീറ്റ്ലി ഒഴിവാക്കണമെന്നല്ല, അതിൽ സെലക്റ്റീവ് ആയിട്ട്, അതായത് നോൺ കൊമോഡോജനിക് ആയിട്ടുള്ള ഓയിൽസൊക്കെ ആണെങ്കിൽ നമ്മുടെ പോർസിനെയൊക്കെ തന്നെ ഒട്ടും തന്നെ ക്ലോഗ് ചെയ്യുന്നില്ല. അങ്ങനെ ക്ലോഗ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു മോയ്സ്ചർ ടെക്സ്ചർ നമ്മുടെ സ്കിന്നിന് തരുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രോഡക്റ്റ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പറയാനാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിക്കപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം, നമ്മൾ ഒരു കാര്യം കേട്ടെന്ന് വിചാരിച്ച് ചാടിക്കയറി അങ്ങ് ഡിസിഷനൊന്നും എടുക്കരുത്. നമ്മൾ കേട്ട കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ആരോടെങ്കിലും, അറിയുന്ന ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടിട്ട് ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര മഴ, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ചൂട്, മഴ ചൂട് മഴ. നമ്മുടെ സ്കിന്നൊക്കെ അങ്ങോട്ട് ഭയങ്കര വിയേർഡായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ആക്ച്വലി ഇപ്പം കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്ത് ഇനി അങ്ങോട്ട് മഴയായിരിക്കും. ഹ്യൂമിഡിറ്റിയൊക്കെ നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം അങ്ങോട്ട് എഫക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൽഡായിട്ടുള്ളൊരു ക്ലെൻസറും മോയ്സ്ചറൈസറുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. എനിക്കൊന്ന് ഓൾറെഡി ഒരുവിധം എല്ലാ സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ നോക്കിയാലും അവരുടെ ഒരു സ്കിൻ കെയറിൽ ഈ 2 പ്രോഡക്ട്സും ഉറപ്പായിട്ടും ഉണ്ടാകും. കണ്ണും അടച്ചിട്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഹൈപ്പ് അത്രമേൽ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഹൈപ്പ് വേണോ വേണ്ടായോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 2 പ്രോഡക്റ്റ്സ്. ഡെർമോവൈവിൻ്റെ ഹൈഡ്രോ ക്ലെൻസറും ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനും. ഇത് രണ്ടും ഓസ്ട്രേലിയൻ ബ്രാൻഡ്സ് ആട്ടോ. അപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ചിന്തിച്ചു, ഇത്രയധികം ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി എന്താണ് ഇതിനകത്തിലുള്ളത്. അതായിരുന്നു എൻ്റെയും ചിന്ത. പക്ഷെ ഞാനത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ മക്കളെ, എനിക്ക് കണ്ണും അടച്ച് പറയാൻ പറ്റും, ഈ 2 പ്രോഡക്ട്സ് സൂപ്പർ. നിങ്ങൾക്കറിയാലോ, എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണ്. എനിക്ക് ഒരുവിധം പ്രോഡക്ട്സ് ഒന്നും തന്നെ ചേരാറില്ല. മിക്ക പ്രോഡക്ട്സും ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബംസ് പോലൊക്കെ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടായില്ല, റെഡ്നെസ്സോ ചൊറിച്ചിലോ അങ്ങനെ ഒരു സാധനങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഡെർമോവൈവിൻ്റെ ഹൈഡ്രോ ക്ലെൻസറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഹൈപ്പ് വന്നത്? ക്വസ്റ്റ്യൻ. അതിൻ്റെ കാരണം എന്തെന്നറിയുമോ? ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീലാണ്. എന്താണ് ഈ കൊളോയിഡൽ ഓട്ട്മീൽ? അതായത് അത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സ്കിൻ നാച്ചുറലായിട്ടുള്ള ഒരു ബാരിയറുണ്ട്. ആ ബാരിയറിനെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്നിലെ ആ ഒരു മോയ്സ്ചർ ടെക്സ്ചർ ഒന്നും നഷ്ടപ്പെടാതെ, ആ ഒരു ഡ്രൈനെസ് ഒന്നും വരുത്താതെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു ക്ലെൻസർ നമ്മുടെ സ്കിന്നിലുള്ള പൊടിയെയും അഴുക്കിനെയും എക്സസ് ഓയിലിനെയൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആക്കും. നോട്ട് ചെയ്യേണ്ട കാര്യം, എക്സസ് ഓയിലാണ് റിമൂവ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിലെ നാച്ചുറൽ ഓയിൽ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്നിൽ എന്തുണ്ടാവില്ല, ഡ്രൈ ആവത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക്, അതായത് നോർമൽ സ്കിന്നുകാർക്ക് മാത്രമല്ല എല്ലാ സ്കിന്നുകാർക്കും, സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഉൾപ്പെടെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റാണ്. ഇതിനകത്തിൽ pH ബാലൻസ്ഡ് ആണ്, സോപ്പ് ഫ്രീ ആണ്, അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്. നമുക്കിത് ലൈവായിട്ട് ഒരുമിച്ച് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ എഴുന്നേറ്റ കൊല്ലമല്ല, ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫേസിലൊന്നും വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യം നമുക്ക് ഫേസ് ഒന്ന് നനച്ചു കൊടുക്കാം. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ ഇതൊരിക്കലും ഒരു സാധനങ്ങളും ഈ ഒരു ക്ലെൻസർ എന്നല്ല, ഒരു പ്രോഡക്ട്സും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഫേസ് വാഷ് ആയാലും ക്ലെൻസർ ആയാലും മാസ്ക് ആയാലും ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഫേസൊക്കെ ഒന്ന് നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റാണ് കേട്ടോ. ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് വളരെ കുറവാണ്. നമ്മുടെ സ്കിന്നിൽ ഒട്ടും തന്നെ ഹാർഷായിട്ടുള്ളൊരു എഫക്റ്റ് വരുന്നില്ല. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ കിട്ടുന്ന ഒരു സ്മെല്ലില്ലേ, അതേപോലെ ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ
നമ്മളെപ്പോഴും ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഈ ഏരിയയും കൂടെ ക്ലെൻസ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ഡ്രസ്സിലെല്ലാം ആവും, അതുകൊണ്ടാണ്. സോ കഴിഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഒട്ടും തന്നെ സ്കിന്നിന് ഒട്ടും ഇറിറ്റേഷനോ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര ഹാർഷായിട്ടുള്ളൊരു ഫീലോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഭയങ്കര ജെൻറ്റിലാട്ടോ ഈ ഒരു ക്ലെൻസർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതിന് മുന്നേ ഈ ഒരു ട്യൂബ് എന്ന് പറയുന്നത് 120 ml ആട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോർമലി സ്കിൻ കെയർ റൊട്ടീൻ, ഇപ്പോൾ നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യാം, ഏതെങ്കിലും സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിറം യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ലോഷൻ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടോണർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഓപ്പൺ പോർസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ന്യൂട്രിഡെമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ വിത്ത് വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ നമ്മൾ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ, ഈ ന്യൂട്രിഡെമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷന് ഇത്രയധികം ഹൈപ്പ് വരാൻ വേണ്ടി മാത്രം ഈ പ്രോഡക്റ്റിൽ എന്താണ്? വൈറ്റമിൻ ഇ. നമ്മൾ നോർമലി വൈറ്റമിൻ ഇ ആണെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് കാണാറുണ്ട്, പക്ഷേ ആ വൈറ്റമിൻ ഇ അല്ല ഈ വൈറ്റമിൻ ഇ. ഈ വൈറ്റമിൻ ഇ ഒരു സ്പെഷ്യലാണ്. വൈറ്റമിൻ ഇ ഫോസ്ഫേറ്റ് ആണ് നമ്മൾ ഈ ന്യൂട്രിഡെമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വൈറ്റമിൻ ഇനെക്കാട്ടിലും ബെറ്റർ റിസൾട്ട് തരാൻ വേണ്ടി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ വൈറ്റമിൻ ഇ ഫോസ്ഫേറ്റ്? ഈ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ ബോഡിയിലുള്ളൊരു കാര്യമാണ് ഈ ഫോസ്ഫേറ്റ്. അപ്പം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പം നമുക്കൊരു എക്സ്ട്രാ ബൂസ്റ്റ് കൊടുക്കുകയാണ്, എക്സ്ട്രാ ലെയറും കൂടി നമ്മൾ ആഡ് ചെയ്യുവാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതൽ വൈറ്റമിൻ ഇ അബ്സോർബ് ചെയ്യാൻ പറ്റുകയും നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് മാത്രമല്ല, ഇതിലടങ്ങിയിരിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെയും കൂടി ഹെൽപ്പോടുകൂടി നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ടുള്ള ആ ഒരു ബാരിയർ ഉണ്ടല്ലോ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു മോയ്സ്ചറും ഒക്കെ അതുപോലെ തന്നെ ലോക്ക് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ റിപ്പയർ ചെയ്ത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സപ്പിൾ ആൻഡ് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല, ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആൻറ്റി ഏജിങ്, അതായത് നമ്മുടെ ഏജിങ് സൈൻസ് ഉണ്ടല്ലോ, റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ ഈ റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഈ രണ്ട് പ്രോഡക്ട്സും pH ബാലൻസ്ഡ് ആണ്. അതുപോലെ ഈ ഒരു ട്യൂബിനകത്ത് 125 ml ആട്ടോ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പീസ് സൈസ് എമൗണ്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാനിത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് സ്ക്രീനിൽ കാണിക്കേണ്ടത് കൊണ്ട് ഞാൻ നല്ല രീതിയിലൊന്ന് എടുത്ത് കാണിക്കാം. നല്ല മണമുണ്ട്, ഒരു കൂൾ സ്മെല്ലാട്ടോ, ലൈറ്റ് സ്മെല്ലാണ്. ഈ ഫ്രാഗ്രൻസ് ഒന്നും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അങ്ങനെ ഭയങ്കര ഹെവി ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ആ ഒരു ഗ്ലോ ഫീൽ ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ഫീലാണ്. നമ്മളത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് മനസ്സിലാവും. അതുപോലെ തന്നെ നോൺ ഗ്രീസിയാണ്, നമുക്ക് ആ ഗിളിഗിള് ഫീൽ ഇല്ല, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഇറിറ്റേഷൻ ഒന്നും തന്നെ ഇല്ല, ആ ഒരു ഹെവിനെസ് ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഓയിലി സ്കിന്നാണ്, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഓവറായിട്ട് ഭയങ്കരമായിട്ട് സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടിരിക്കുന്നു, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. അവർ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. നമുക്ക് ഒരുവിധം എല്ലാ സ്കിൻ ടോണുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ ഓയിലി അല്ലേ എനിക്കിങ്ങനെ അറിയാൻ പറ്റുമെന്ന്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഓയിലി അല്ലല്ലോ. ഈവൻ ഇൻഫാൻസിനും ചിൽഡ്രൻസിനും വരെ യൂസ് ചെയ്യാം എന്നാണ് ഈ ഒരു ബ്രാൻഡ് പറയുന്നത്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ട്
ഞാൻ പറയുന്നില്ല, നമ്മുടെ കാര്യം പറയാം. ഇത് സെൻസിറ്റീവ് സ്കിൻ ഉൾപ്പെടെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ആട്ടോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ എക്സ്റ്റേണലി ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇൻറ്റേർണലി ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എക്സ്റ്റേണൽ കെയറും കൂടി കൊടുത്തെങ്കിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടത്തുള്ളൂ. അതിപ്പോൾ സ്കിൻ കെയർ ഒന്നും കൊടുക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് സ്കിൻ കെയർ ഒക്കെ കൊടുക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊരു മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ എന്ന് തന്നെ നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റണം. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ഹ്യൂമിഡിറ്റിയിൽ ഈ ഒരു ഇതിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് വിയേർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു നോർമൽ റേഞ്ചിൽ നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ സ്കിന്നിനെ കൺട്രോൾ ചെയ്ത് ആ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഹെൽത്തി സ്കിന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഏറ്റവും ആവശ്യമുള്ളത് നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റിയ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ വാരി വലിച്ച് സാധനങ്ങൾ ഇട്ടിട്ട് കാര്യമില്ല. നമ്മളൊരു ലോങ് ടൈമിലേക്ക് നമുക്ക് പറ്റിയ പ്രോഡക്റ്റ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ എനിക്കൊക്കെ പലപ്പോഴും പല പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നോക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ സ്കിന്നിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന്. പക്ഷേ നമുക്ക് പല ബ്രാൻഡ്സിൻ്റെ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ ഇതുപോലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം, നമ്മുടെ സ്കിന്നിൽ വരുന്ന വേരിയേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കണ്ട പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ ട്രൈ ചെയ്ത് നോക്കാതെ നിങ്ങളുടെ സ്കിന്നിന് എന്തൊക്കെയാണോ ആവശ്യം ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതൊരു ലോങ് ടൈമിലേക്ക് നിങ്ങളൊരു പ്രോപ്പർ സ്കിൻ കെയർ റൊട്ടീനായിട്ട് തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി സ്കിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല 2 ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഈ ഒരു ഡെർമാവോയിൻ്റെ ഹൈഡ്രാ ക്ലെൻസറും ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷനും. അടിപൊളി പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കുറച്ച് ക്യാഷൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് നമുക്കൊരു കുറച്ച് നാൾ കഴിയുമ്പോൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു 2 പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. ഇത് 125 ml ഉണ്ട്, നമുക്ക് കുറച്ച് അധികം നാളത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ 120 ml ഉണ്ട്. വാരി വലിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പീ സൈസ് എമൗണ്ടിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. എൻ്റെയൊക്കെ സ്കിന്നിൽ ഇപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി വേണ്ടി വരും, അത്രേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെറിയ ട്യൂബ് ഇറക്കുന്നില്ല. ഈ ഒരു 120 ml ട്യൂബ് തന്നെ ഉള്ളൂ അവൈലബിൾ ആയിട്ട്. പക്ഷേ ഇത് കുറച്ച് അധികം നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെയൊക്കെ ഒരു സാമ്പത്തിക ഭദ്രത പോലെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സ് വാങ്ങിക്കണമെങ്കിൽ അവരുടെ ന്യൂട്രിഡേമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും കാണും. അതല്ല നമ്മൾ സാധാരണ ആമസോൺ, നൈക്ക തുടങ്ങിയ പല വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആട്ടോ. അപ്പം അവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ആമസോൺ, നൈക്കയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ചധികം ഭയങ്കര ഒരു ഡ്യൂറേഷൻ കൂടിപ്പോയല്ലേ. എനിക്ക് കുറച്ച് നാളായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇനി ഇത് ട്രൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.